വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ടോപ്പോളജിയുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. If P is a limit point of a set capital E, then every neighborhood of P contains infinitely many points of capital E. അതായത് നിങ്ങളൊരു സെറ്റ് ക്യാപിറ്റൽ ഇ എടുക്കുകയാണെങ്കിൽ അതിലെ ഒരു ലിമിറ്റ് പോയിന്റ് പി എടുക്കുകയാണെങ്കിൽ പിയുടെ ഏതൊരു നൈബർഹുഡിനകത്തും ഇയുടെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. നമുക്ക് പി എന്ന് പറയുന്നത് ഇയുടെ ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുന്നത് പിയുടെ ഏതൊരു നൈബർഹുഡിലും പി അല്ലാത്ത ഇയിലെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷെ തിയറത്തിൽ പറയുന്നത് ഒന്നല്ല, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഇയുടെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രൂഫ് നോക്കാം. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് പി എന്ന് പറയുന്ന ഇയുടെ ലിമിറ്റ് പോയിന്റിന്റെ ഏതൊരു നൈബർഹുഡിലും ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇഫ് പോസിബിൾ വി അസ്യൂം ദ നെഗേഷൻ. വാട്ട് ഇസ് എ നെഗേഷൻ? ലെറ്റ് n is the one of the neighborhood of your P which contains only finite number of points of capital E. നമുക്ക് ഇൻഫിനിറ്റ്ലി പോയിന്റ്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന്റെ നെഗേഷൻ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ക്യാപിറ്റൽ. സോ ഹിയർ വി ഹാവ് എ ലിമിറ്റ് പോയിന്റ് P of your capital E and we have a neighborhood n of P which contains only finite number of points of capital E. Let us assume Q1, Q2, etc. Qn are the finite points of your capital E which belongs to your neighborhood of P. So അതിനെ നോട്ടേഷൻ നമുക്ക് എന്ത് എഴുതാം? ഇയിലും നൈബർഹുഡിലും ഉള്ള പോയിന്റ്സുകൾ. ദാറ്റ് മീൻസ് n intersection E. So we take the finite number of points belongs to the neighborhood of P which is taken as Q1, Q2, etc. Qn with the points at n intersection E which are distinct from your P. നമ്മൾ എടുത്തു. ഇനി പിയും Q1ഉം Q1 എന്ന് പറയുന്നത് പിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ പിയും Q1 തമ്മിൽ നിർബന്ധമായും ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. സിമിലർലി പിയും Q2ഉം തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഗ്രേറ്റർ ദാൻ 0. യു ക്യാൻ ടേക്ക് ദീസ് ഡിസ്റ്റൻസസ് d of PQ1, d of PQ2, etc. up to d of PQn. ഓരോന്നും പോസിറ്റീവ് ക്വാണ്ടിറ്റികളായിരിക്കും. നമുക്ക് ഇപ്പോൾ n പോസിറ്റീവ് ക്വാണ്ടിറ്റികൾ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഈ പറയുന്ന n പോസിറ്റീവ് ക്വാണ്ടിറ്റികളുടെ മിനിമം ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഹിയർ r. അപ്പോൾ നിർബന്ധമായും ഇവിടെ നമുക്ക് ഒരു n പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് ഫൈനൈറ്റ് സെറ്റ് ആണ്, ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എല്ലാ ഫൈനൈറ്റ് സെറ്റിനും നിർബന്ധമായും അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് മിനിമവും മാക്സിമവും ഉണ്ടായിരിക്കും. അതിലെ മിനിമം, the minimum of a finite set of real numbers is always one of the element of that set. Therefore, here we get a minimum which is one of the element of this set. That means that minimum is always greater than 0. So your R is a positive number which is always less than or equal to each member in the set.
ഈ സെറ്റിലുള്ള ഏതൊരു മെമ്പറിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും നിങ്ങളുടെ ആർ എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ. അപ്പോൾ നമുക്ക് ഡി പി ക്യൂ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഡിയും അല്ല പിയും ക്യൂ വണ്ണും തമ്മിൽ ഡി പി ക്യൂ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് പിയും ക്യൂ വണ്ണും തമ്മിൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു ലെങ്ത് ആണ് കിട്ടുന്നത്, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പി സെൻറ്ററായിട്ട് ഡി പി ക്യൂ വൺ റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സിമിലർലി ഡി പി ക്യൂ ടു റേഡിയസ് ആയിട്ട് പി സെൻറ്ററായിട്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ റേഡിയസുകളുള്ള, അതായത് പിയും ക്യൂ വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ആ റേഡിയസ് ഉള്ള ഒരു സർക്കിള്, പിയും ക്യൂ ടുവും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ആ റേഡിയസ് ഉള്ള സർക്കിൾ, അങ്ങനെ ഓരോ ക്യൂ വൺ മുതൽ ക്യൂ എൻ വരെയുള്ള പോയിന്റ്സുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി സെൻറ്ററായിട്ട് ഒത്തിരി ഒരു എൻ സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. ഈ സർക്കിളുകളുടെ എല്ലാം പ്രത്യേകത എല്ലാം കോൺസെൻട്രിക് ആണ്, ബിക്കോസ് ദ സെൻറ്റർ ഈസ് ഓൾവേസ് പി. അപ്പോൾ ചിലപ്പോൾ ഒരു സർക്കിള് മറ്റൊരു സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കാം. അങ്ങനെ കോൺസെൻട്രിക് ആകുമ്പോഴുള്ള പ്രത്യേകത ചെറിയ സർക്കിള് വലുതിൻ്റെ ഉള്ളിലായിരിക്കും. അല്ലാതെ കുറച്ച് ഭാഗം ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലൊന്നും നമുക്ക് കിട്ടുന്നില്ല, കാരണം കോൺസെൻട്രിക് ആണല്ലോ സർക്കിളുകൾ. റേഡിയസ് വലുതാവുന്നതനുസരിച്ച് ഇതിനെ ഔട്ടർ ലെയർ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂട്ടത്തിൽ ഏറ്റവും ചെറിയ റേഡിയസ് ആണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ആ ആർ റേഡിയസ് ആയിട്ടുള്ളത്, ആർ റേഡിയസ് ആയിട്ട് പി സെൻറ്റർ ആയിട്ട് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എല്ലാ സർക്കിളുകളുടെയും ഉള്ളിലായിട്ടായിരിക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സർക്കിൾ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ you can choose a neighborhood of P with radius R. That neighborhood does not contains your Q1, your Q2, etc. your Qn. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന നൈബർഹുഡിനകത്ത് എൻ്റെ ഒറ്റ പോയിന്റ്സ് ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ബൗണ്ടറിക്കകത്ത് ഈ പറയുന്ന നൈബർഹുഡിൻ്റെ ബൗണ്ടറിയിൽ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. പക്ഷേ ബൗണ്ടറിയിലുള്ള പോയിന്റ് നമുക്ക് നൈബർഹുഡിൽ പെടുന്നില്ല, കാരണം നമുക്ക് ലെസ് ദാൻ ആർ എന്നാണ് കണ്ടീഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രമാണ് ആ പോയിന്റ് പെടുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ലെസ് ദാൻ ആർ എന്നാണ് നൈബർഹുഡ് എടുക്കുന്നത്, അതിനാൽ തന്നെ നമുക്ക് ആ ബൗണ്ടറിയിലുള്ള പോയിന്റ് പോലും നമ്മുടെ നൈബർഹുഡിൻ്റെ വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പിയുടെ ഒരു ചെറിയ നൈബർഹുഡ് ആയിട്ടുള്ള എൻ ആർ ഓഫ് പിയിൽ നേരത്തെ പറഞ്ഞ ക്യൂ വൺ ക്യൂ ടു എക്സെട്ര ക്യൂ എന്നിലെ ഒറ്റ പോയിന്റ് തന്നെ വരുന്നില്ല. എന്തായിരുന്നു ഈ ക്യൂ വൺ ക്യൂ ടു ക്യൂ എൻ? ക്യൂ വൺ ക്യൂ ടു ക്യൂ എൻ എന്ന് പറയുന്നത്, ക്യൂ വൺ ക്യൂ ടു എക്സെട്ര ക്യൂ എൻ എന്ന് പറയുന്നത് പിയുടെ നൈബർഹുഡിനകത്ത് ഇയിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ ആയിരുന്നു. അപ്പോ നമുക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന നൈബർഹുഡിന്റെ അകത്ത് ഇയിൽ വരുന്ന ഒരു പോയിന്റും ഒറ്റ പോയിന്റും തന്നെ നമുക്ക് നമ്മുടെ പിയുടെ കൊച്ചു നൈബർഹുഡ് ആയിട്ടുള്ള എൻ ആർ ഓഫ് പിയിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത ആകെ ഫൈനൈറ്റ് നമ്പറേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും എൻ ഓഫ് പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് പിയുടെ നൈബർഹുഡ് ആണെങ്കിൽ അതിനകത്ത് ക്യൂ വൺ ക്യൂ ടു മുതൽ ക്യൂ എൻ വരെയുള്ള പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ എൻ എന്ന് പറയുന്നത് എൻ ആർ ഓഫ് പിയെ കവർ ചെയ്യുന്ന ഒരു വലിയൊരു സർക്കിൾ ആയിരിക്കും പി സെന്റർ ആയിട്ടുള്ളത്. അപ്പോ എൻ ആർ ഓഫ് പിന്നകത്ത് നിങ്ങൾക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉള്ളെങ്കിൽ നമുക്ക് അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയ നൈബർഹുഡ് എടുത്തു. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ ഓഫ് പിയിലെ എൻ ഓഫ് പി എന്ന് പറയുന്ന ആദ്യത്തെ പിയുടെ നൈബർഹുഡിനകത്ത് ഇയിൽ വരുന്ന എല്ലാ പോയിന്റുകളും തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പിക്ക് ഒരു ചെറിയ നൈബർഹുഡ് ഉണ്ടാക്കാൻ സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പിക്ക് ഒരു ചെറിയ നൈബർഹുഡ് ഉണ്ടാക്കാൻ സാധിച്ചു. ഇയിലെ പി അല്ലാത്ത ഒറ്റ പോയിന്റും
ഇല്ലാത്തത്. സോ ഹിയർ nr of p contains no point q of e such that q not equal to p. p അല്ലാത്ത ഇയിലെ ഒറ്റ പോയിന്റും ഇല്ലാത്ത p യുടെ ഒരു ചെറിയ നൈബർഹുഡ് ആണ് ഇപ്പോൾ nr of p. എന്ന് വെച്ച് കഴിഞ്ഞാൽ p ഒരു ലിമിറ്റ് പോയിന്റ് ആവാൻ പാടില്ല. കാരണം p ലിമിറ്റ് പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ p യുടെ ഏതൊരു നൈബർഹുഡിനകത്തും p അല്ലാത്ത സെറ്റിലെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. സോ ഹിയർ വി ഗെറ്റ് a neighborhood nr of p which contains no point of e other than p. That means your p is not a limit point. This is a contradiction. നമ്മുടെ അസംഷനിൽ p ഒരു ലിമിറ്റ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള എവിടെയോ ഒരു തകരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ n എന്ന് പറയുന്ന p യുടെ നൈബർഹുഡിനകത്ത് ഫൈനൈറ്റ് പോയിന്റ് ആണ് എന്ന് അസ്യൂം ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. സോ വി ഗെറ്റ് ദ നെഗേഷൻ ബൈ ദ കോൺട്രഡിക്ഷൻ. What is the result? Every neighborhood of p. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് n എന്ന് പറയുന്ന p യുടെ നൈബർഹുഡിൽ ഫൈനൈറ്റ് നമ്പർ അല്ല ഇൻഫിനിറ്റ്ലി നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് e ഉണ്ടായിരിക്കും. Here n is the one of the arbitrary neighborhood of your p. Therefore, every neighborhood of p contains infinitely many points of capital E, where p is the limit point of capital E. അപ്പോൾ ഒരു സെറ്റിന്റെ ഒരു ലിമിറ്റ് പോയിന്റിന്റെ ഏതൊരു നൈബർഹുഡിലും ആ സെറ്റിലെ ഒന്നല്ല ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ട്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഒരു കൊറോളറിയും കൂടി നോക്കാനുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എ ഫൈനൈറ്റ് പോയിന്റ് സെറ്റ് ഹാസ് നോ ലിമിറ്റ് പോയിന്റ്സ്. സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കില്ല. അതിൽ എത്രയാണ് ചിന്തിക്കുന്നത്? ലെറ്റ് us assume E be a finite set. എന്നിട്ട് ഇഫ് പോസിബിൾ ഒരു കോൺട്രഡിക്ഷൻ ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്. ഇഫ് പോസിബിൾ p is a ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ E. p എന്ന് പറയുന്നത് E യുടെ ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ തൊട്ടു മുൻപത്തെ തിയറം പ്രകാരം p യുടെ ഏതൊരു നൈബർഹുഡിനകത്തും E യിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടായിരിക്കണം. But we have only finite number of elements in capital E. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ p ലിമിറ്റ് പോയിന്റ് ആയിരിക്കണമെങ്കിൽ p യുടെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഇയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇക്ക് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് കൊടുക്കാനില്ല. സോ എ കോൺട്രഡിക്ഷൻ അറൈസ് ടു ദ തിയറം 2.20. നമുക്ക് നമ്മുടെ കയ്യിലില്ല ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് കൊടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് p എന്ന് പറയുന്നത് ലിമിറ്റ് പോയിന്റ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു p ലിമിറ്റ് പോയിന്റ് എടുത്തു നിന്നപ്പോൾ നമുക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? നമുക്ക് ഇൻഫിനിറ്റി മെനി പോയിന്റ്സ് കൊടുക്കാൻ സാധിച്ചില്ല അല്ലേ? നമ്മൾ ഇവിടെ കഴിഞ്ഞ തിയറത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് p implies q, അതായത് p is a limit point contains infinitely many points. p implies q എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് നെഗേഷൻ q implies നെഗേഷൻ p. ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഇല്ലെങ്കിൽ അത് ലിമിറ്റ് പോയിന്റ് അല്ല എന്നുള്ളതാണ് കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് കൊടുക്കാനില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ p ലിമിറ്റ് പോയിന്റ് അല്ല. ദാറ്റ് മീൻസ് ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരിക്കലും ലിമിറ്റ് പോയിന്റുകൾ ഉണ്ടായിരിക്കുകയില്ല. ദിസ് ഈസ് ദ corollary result. Thank you.